കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലെ അപകടാവസ്ഥയിലായ വൈദ്യുതി ലൈൻ മാറ്റാൻ മന്ത്രി നിർദ്ദേശിച്ചതിന് പിന്നാലെ സ്കൂളിന് പിഴ ചുമത്തി KSEB. വൈദ്യുതി ലൈനിന് താഴെ കെട്ടിടം നിർമ്മിച്ചതിന് 1.5 ലക്ഷം രൂപയിലധികമാണ് പിഴയിട്ടത്. പിഴയടച്ചില്ലെങ്കിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ നഷ്ടങ്ങൾക്കും സ്കൂൾ അധികൃതരാണ് ഉത്തരവാദിയെന്ന് KSEB പറയുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് സ്ഥലം സന്ദർശിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ലൈൻ മാറ്റാൻ നിർദ്ദേശിച്ചത്. രാഹുൽ സുരേഷ് സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ സുരേഷ്, നമ്മൾ ഇടപെട്ട വാർത്തയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി അവിടെ എത്തിയതാണ്. മന്ത്രിയുടെ നിർദ്ദേശത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്നത് എന്താണ്? സുജയ പാർവതി, ഈ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു എന്ന് കാണിച്ച് സ്കൂൾ അധികൃതർ പരാതി നൽകിയിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും അതിൽ നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴിതാ പരാതി നൽകിയ സ്കൂൾ അധികൃതർക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ് KSEB. ഒരു വിചിത്രമായ നടപടി എന്ന് തന്നെ പറയാം. 1,51,191 രൂപ പിഴയായി അടയ്ക്കണമെന്നാണ് ഇന്നലെ നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ ഇലക്ട്രിക് ദൃശ്യങ്ങളിൽ കാണാം, ഇലക്ട്രിക് ലൈന് താഴെയാണ് ഈ സ്കൂൾ കെട്ടിടമുള്ളത്. ഇലക്ട്രിക് ലൈന് താഴെ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് സ്കൂൾ അധികൃതരുടെ വീഴ്ച എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പിഴ അടച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ അപകടങ്ങൾക്കും അല്ലെങ്കിൽ കഷ്ടനഷ്ടതകൾക്കും ഉത്തരവാദി സ്കൂൾ അധികൃതർ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ KSEB പറയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി ഇവിടെ നേരിട്ടെത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് KSEB അധികൃതരോട് നിർദ്ദേശം നൽകിയതാണ്. അതിന് ഫണ്ടായി 28,000 രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചതുമാണ്. എന്നിട്ടുമാണ് KSEB ഇപ്പോൾ വീണ്ടും 1.5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ സ്കൂൾ അധികൃതർ മറുപടി നൽകാൻ പോവുകയാണ്. ഈ പൈസ എവിടുന്ന് കണ്ടെത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 വകുപ്പും സർക്കാരിന് കീഴിലുള്ളതാണ്. വൈദ്യുതി വകുപ്പും സർക്കാരിൻ്റെയാണ്, അതിന് കീഴിലുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പും. ഈ 1.5 ലക്ഷം രൂപ ഹെഡ് മാസ്റ്റർ എവിടുന്ന് കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരു പിടിയുമില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അതേസമയം ഇപ്പോഴും ഈ അപകടാവസ്ഥ അതുപോലെ തന്നെ തുടരുകയാണ്. ശക്തമായ കാറ്റാണ് ആഞ്ഞു വീശുന്നത്. ഈ സമീപത്ത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അപകടാവസ്ഥയിൽ വലിയൊരു മരം നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ചില്ല തകർന്ന് വീണാൽ പോലും ഈ ലൈനിലേക്ക് വീഴുകയും ആ ലൈൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് പതിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. അതായത് മന്ത്രി ഒരു നിർദ്ദേശം നൽകിയിട്ട് അത് പാലിക്കാൻ പോലും KSEB അധികൃതർ തയ്യാറാകുന്നില്ല. അത് കൂടാതെയാണ് 1.5 ലക്ഷം രൂപ പിഴയായി അടയ്ക്കണമെന്ന് സ്കൂൾ അധികൃതർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഭവമാണിത്. വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ്. പിഴ അടച്ചില്ലെങ്കിൽ ഉത്തരവാദിത്തം സ്കൂളിന് തന്നെ ആയിരിക്കും എന്നുള്ള നിബന്ധന കൂടിയുണ്ട്. ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടുമ്പോൾ ആ പ്രശ്നത്തിൽ ഒരു മന്ത്രി തന്നെ വന്ന് ഇടപെടുമ്പോൾ അതിനോട് സഹകരിക്കുക എന്നത് ഒരു മിനിമം മാന്യതയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ നമുക്ക് നോക്കാം.